എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ എവിടെയായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഞങ്ങളിപ്പോൾ പറമ്പിക്കുളം ടൈഗർ റിസർവ് ഫോറസ്റ്റിനകത്താണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ടിംബർ നുക്ക് എന്നൊരു സ്റ്റേ എടുത്തായിരുന്നു. ആ സ്റ്റേക്ക് ശേഷം ചെക്കൗട്ട് ചെയ്ത് ഇപ്പോൾ നിൽക്കുകയാണ്. ഇപ്പോൾ വേറൊരു കിടിലം സ്റ്റേ ഇടാൻ പോവുകയാണ്. ആ സ്റ്റേയുടെ പേരാണ് വെട്ടിക്കുന്ന് ഐലൻഡ് നെസ്റ്റ്. അതായത് കാട്ടിന് നടുക്ക് ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിൽ പോയി നമുക്ക് താമസിക്കാം. അവിടം വരെ എത്തിപ്പെടാനായിട്ട് നമുക്ക് കുറച്ച് ദൂരം ബോട്ടിൽ സഞ്ചരിക്കണം, അതും ബാംബു റാഫ്റ്റിൽ. അപ്പോൾ ബാംബു റാഫ്റ്റിൽ പോയി കുറച്ച് ദൂരം ട്രെക്ക് ചെയ്ത് അനിമൽസിനെല്ലാം കണ്ട് നമുക്ക് വെട്ടിക്കുന്ന ഐലൻഡിൽ സ്റ്റേ ചെയ്യാം. അപ്പോൾ അവിടെ പോകുമ്പോൾ ഭക്ഷണമൊന്നുമില്ല, ഓക്കെ, നമുക്കെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് അവിടെ കുറേ ചേട്ടന്മാരുണ്ട്, നമ്മളെ കൂടെ വരുന്ന ഗൈഡുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് അവിടെ കുക്ക് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ടൊരു ദിവസം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും പോയിട്ട് കേരളത്തിൻ്റെ അഭിമാനമായ പറമ്പിക്കുളം ഫോറസ്റ്റിൻ്റെ വെട്ടിക്കുന്ന് ഐലൻഡ് സ്റ്റേ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ പറമ്പിക്കുളത്തിൻ്റെ മെയിൻ എൻട്രൻസ് ഇല്ലേ, ടൈഗർ എന്നൊക്കെ കാണിച്ചൊരു മെയിൻ എൻട്രൻസ്, അതിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ടാണ് ഇൻഫർമേഷൻ സെൻറ്റർ. ഇവിടെയാണ് നമുക്ക് എന്താ ടിക്കറ്റും ID കാർഡും എല്ലാം കാണിച്ച് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം പോവാം. എന്നിട്ട് ടിംബർ നുക്ക് പോലെ തന്നെയാണ്, ആ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അതിലും ഞങ്ങൾ ഇതുപോലെ തന്നെയായിരുന്നു, ഇവിടെ തന്നെയാണ് വന്നത് ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. നമുക്ക് ആദ്യം പോയി ചെക്ക് ഇൻ ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം, കാരണം ജംഗിൾ ഡാറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഇപ്പോൾ ഫില്ല് ചെയ്യാൻ. ഡിക്ലറേഷൻ में क्या है? I am undertaking the visit on my own and fully responsible for all the unforeseen risk of my life. അപ്പോൾ ഞങ്ങൾ ഇതാ ചെക്ക് ഇൻ ചെയ്ത് പോവാണ്. ആദ്യം നമുക്ക് ടിംബർ നുക്കിൽ പോയിട്ട് നമ്മുടെ ലഗേജസ് എല്ലാം എടുക്കണം. ചേച്ചിയാണ് ഗൈഡ്, ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ വണ്ടി അവിടെ ഇട്ടിരിക്കുകയാണ്, നമുക്ക് അങ്ങോട്ട് പോവാം. तो सरस्वती ചേച്ചി हम लोगों के साथ बैम्बू राफ्टिंग तक आएंगी. അപ്പോൾ സരസ്വതി ചേച്ചി പറയായിരുന്നു, ആക്ച്വലി ചേച്ചി ഇവിടെ വന്നപ്പോഴത്തേക്കും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 18 കൊല്ലം മുമ്പ് ചേച്ചി ഇവിടെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടുത്തെ പ്ലാന്റ്സും മരങ്ങളൊക്കെ എന്താ പറയുക സംരക്ഷിക്കാനായിട്ടും പിന്നെ ഈ സെറ്റപ്പ് എല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടും ചേച്ചി ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് പറയായിരുന്നു. ഞങ്ങൾ ഇന്നലെ നിന്ന സ്റ്റേയുടെ പേരാണ് ടിംബർ നുക്ക്. ടിംബർ നുക്കിലേക്ക് പോകുന്ന വഴി തന്നെ ഒത്തിരി അനിമൽസിനെ കാണാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, മെയിൻ ഇൻഫർമേഷൻ സെൻറ്റർ ഏരിയയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 5 കിലോമീറ്റർ ഉണ്ട് ടിംബർ നുക്ക് വരെ. റോഡ് നല്ലതാണ്, സ്വന്തം വണ്ടി ഓടിച്ച് പോവാം, അനിമൽസിനെയും സ്പോട്ട് ചെയ്യാം. പീകോക്ക്, സോറി അതിന്റെ പേര് നീർക്കാക്കുന്നില്ലേ? എല്ലാരും വെയില് കായാണ് ഇരുന്നത്, നീർക്കാക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ പോകുന്ന വഴിക്ക് എന്താണ് ആനകളെ കാണാൻ സാധ്യതയുണ്ട്, അനിമൽസിനെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ പറയാ, സേഫായിട്ട് വണ്ടിയിലിരുന്ന് നോക്കി കാഴ്ചകൾ കണ്ട് പോവുക. പുറത്തിറങ്ങാൻ പാടില്ല, അതുമല്ല വേസ്റ്റ് ഒന്നും പുറത്തിടാൻ പാടില്ല. അത് എൻഷുർ ചെയ്യാനാണ് നമ്മുടെ കൂടെ ഒരു ഗൈഡും വരുന്നത്. അപ്പൊ ഈ കാട്ടിനുള്ളിലും ഒരു ഹോസ്റ്റലുണ്ട്, അതായത് പ്രീ മെട്രിക് ഹോസ്റ്റൽ. ചുങ്കം ആദിവാസി കോളനിയാണ്. ഇവിടെ 4ാം ക്ലാസ് വരെ സ്കൂളുണ്ട്. ഇവിടെ തങ്ങി ദൂരത്തിലിരുന്ന് വരുന്ന 7 കോളനി ഉണ്ട്. 7 കോളനിയുടെ മക്കള് പഠിക്കുകയാണെങ്കിൽ 4ാം ക്ലാസ് വരെ ഈ ഹോസ്റ്റലിലാണ്. ഓ ശരി ശരി. 4 വരെ പഠിച്ച് എന്നിട്ട് 4 കഴിഞ്ഞിട്ട് എന്നിട്ടാണ് എവിടെ സ്കൂൾ കിട്ടണോ അവിടെ ഞങ്ങളുടെ മക്കൾ അവിടെയാണ് പോയി പഠിക്കുക. ഓ ശരി ശരി. ഇവിടെ മൊത്തം എത്ര ട്രൈബൽസ് ഉണ്ടെന്ന് പറഞ്ഞു? 4 വിധ ട്രൈബൽസ് ഉണ്ട്. 4 ട്രൈബൽസ് ഉണ്ടല്ലേ? മലശ്, മലമലശ്, കാട്, മുതുവൾ. ഈ 4 മക്കള് 7 കോളനി ഉണ്ട്. 7 കോളനി ഉള്ള മക്കള് 4ാം ക്ലാസ് വരെ പഠിക്കുന്ന ഹോസ്റ്റലാണ് ഇത്. ഇപ്പുറത്ത് സ്കൂളുണ്ട്, ഇപ്പുറത്ത് ഹോസ്റ്റൽ. ഇതെല്ലാം ആദിവാസി സെറ്റിൽമെന്റ് ആണ്. മലസർ എന്നാണ് ട്രൈബലിന്റെ പേര്. അപ്പൊ ഇതിന്റെ പേര് ചുങ്കം എന്നാണല്ലേ? ചുങ്കം ട്രൈബൽ സെറ്റിൽമെന്റ്. സ്കൂൾ. അപ്പൊ ഇവിടെ മുന്നിൽ കാണുന്നതാണ് സ്കൂൾ. ആക്ച്വലി 4th സ്റ്റാൻഡേർഡ് വരെ ഉണ്ട് ആ സ്കൂള്. പറയായിരുന്നു പറമ്പിക്കുളത്ത് എന്താ പറയാ, ഇത്രയധികം ട്രൈബൽ സെറ്റിൽമെന്റ്സ് ഉണ്ട് അടുത്തടുത്തായിട്ട് തന്നെ. എന്നിട്ടും ഇതൊരു അനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് അതിശ്ശേരി അമ്മൻ ടെമ്പിൾ. ആക്ച്വലി ഇത് പറമ്പിക്കുളം ഫോറസ്റ്റിൻ്റെ അകത്താണ്. അപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ചടങ്ങൊക്കെ ഉണ്ടോക്കെ, അതായത് തീ കൊണ്ടൊക്കെ അതിന് മുകളിൽ കൂടെ നടക്കില്ലേ, അതെല്ലാം ഇവിടെയുണ്ട്. ഏപ്രിൽ സമയത്തിനാണ് ആ ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ട്രൈബൽസിൻ്റെ ഭഗവാനാണിത്, നമുക്കും പ്രാർത്ഥിക്കാം. ചേച്ചി പറയായിരുന്നു 40 കൊല്ലം മുമ്പ് ആക്ച്വലി ചേച്ചിയുടെ ഇവിടെയുള്ളവരുടെ സ്റ്റേപ്പിൾ ഫുഡ് പോലെയായിരുന്നു ഈ ബാംബുവിൻ്റെ റൈസ്. അപ്പം അതെടുക്കാനായിട്ടൊക്കെ പാടാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. എന്നാലും ഇപ്പോഴും ആളുകൾ കഴിക്കാറുണ്ട് ഈ ബാംബുവിൻ്റെ റൈസ് ഭക്ഷണമായിട്ട്. എസ്പെഷ്യലി പായസം, ബാംബുവിൻ്റെ അരി പായസം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത്
അപ്പോൾ 40 കൊല്ലത്തിന് ശേഷം ഈ ബാമ്പ് ഇതുപോലെ ഫ്ലവർ ആകുമ്പോഴത്തേക്കും അതിൻ്റെ വിത്തൊക്കെ താഴെ വീണ് ആ വന്ന ബാമ്പ് നശിച്ചു പോകും, പിന്നെ പുതിയ ബാമ്പ് വരും. എന്തല്ലേ? അപ്പോൾ ആ വിത്താണ് ബേസിക്കലി റൈസ് ആയിട്ട് ഭക്ഷണമായിട്ട് കഴിക്കുന്നത്. അബി ഇപ്പൊ കിട്ടുമോ ചേച്ചി ഇത് കഴിക്കാനായിട്ടുള്ളത്? ഉണ്ടല്ലേ? ഓ ശരി. മുന്നിൽ ആക്ച്വലി ആനപ്പിണ്ടം ഉണ്ട്. എനിക്ക് തോന്നുന്നു ആന ഇതുവഴി വന്നായിരുന്നു ഇപ്പോഴെന്ന്. അതും ഫ്രഷാണ്. വാ പോവാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്നലെ നിന്ന സ്റ്റേ, ടിംബർ നൂക്ക്. അപ്പോൾ നമുക്ക് ലഗേജ് എടുത്തിട്ട് വരാം. ചേച്ചി ഇവിടെ നിന്ന് ലഗേജ് എടുക്കണം. 2 മിനിറ്റ് ഞാൻ ലഗേജ് എടുത്തിട്ട് വരാം. ഈ ഡാമിന്റെ പേര് എന്താ വെച്ചാൽ തൂണക്കടവ് ഡാം. തൂണക്കടവ് ഡാം. അപ്പൊ ഞങ്ങള് ഇന്നലെ ടിംബർ നൂക്ക് ഇന്നപ്പോൾ അതിന്റെ സഫാരിയൊക്കെ ഉണ്ടായിരുന്നു. ആ സഫാരിക്ക് വന്ന വഴി ഇതായിരുന്നു. അപ്പൊ ഞങ്ങളുടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക. തൂണക്കടവ് ഡാം. ഇപ്പൊ കാണിച്ച ഡാമിന്റെ വെള്ളമില്ല, ആ വെള്ളം തുറന്നു വിട്ടാൽ ഈ വെള്ളം ആതിരപ്പള്ളി എന്താണ് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ ആതിരപ്പള്ളി വാട്ടർഫോളിലൊക്കെ ചെന്ന് ചേരുന്ന വെള്ളം ഇതാണ്. ഈ പോണ വഴി കാണാൻ എന്ത് ഭംഗിയല്ലേ. 2 സൈഡിലും ബാമ്പു, മരങ്ങള്, റോഡും നല്ലതൊക്കെ. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. സ്വന്തം വണ്ടി ഓട്ടിച്ച് നമുക്ക് ഇതുപോലെ സഫാരിക്ക് പോവാം, അല്ലെങ്കിൽ നമുക്ക് സഫാരി വാൻ ഹയർ ചെയ്തും പോവാം. ദേ ഒരു കിങ് ഫിഷർ ഹയർ ചെയ്തും പോവാം. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്താ സിൻസ് വെട്ടിക്കുന്ന് ഐലൻഡിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് അവിടെയാണ് പാർക്കിങ്. അതുകൊണ്ട് സ്വന്തം വണ്ടിയിൽ പോവാണ് ഞങ്ങൾ വണ്ടി ഓട്ടിച്ച്. ഈ കാണുന്നതാണ് സർപ്പൻ്റ് ഈഗിൾ. ഞങ്ങൾ ഇന്നലെ ടിംബർ നൂക്കിൽ നിന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ലൈവ് ഹണ്ടിങ് കണ്ടതാണ്. അത് കണ്ട് അഞ്ജലി പേടിച്ചിരുന്നതാണ്. ഇവിടെ റോഡ് പണി ഇപ്പോഴും നടക്കുകയാണ്. ഈ മല ഇടിയാതിരിക്കാനായിട്ടാണിത് കോൺക്രീറ്റ് ചെയ്യുന്നത്. പറമ്പിക്കുളം ടണൽ എൻട്രി ഇവിടെ നിന്നാണ്. 4 കിലോമീറ്റർ മലയുടെ ഉള്ളിലാണ് സാർ. 4 കിലോമീറ്റർ മലയുടെ ഉള്ളിൽ. പറമ്പിക്കുളം ഡാമിൽ നിന്ന് 4 കിലോമീറ്റർ ഈ മലയുടെ ഉള്ളിൽ തന്നെ തൂണക്കടവ് ഡാമിലേക്കാണ് വെള്ളം പോകുന്നത്. ആ തൂണക്കടവ് ഡാമിലിരുന്ന് ആളിയാർ, അമരാവതി, തിരുമുർത്തിമല, കരൂർ, കാങ്കയം തമിഴ്നാട്ടിലേക്കാണ് ഈ കുടിവെള്ളം പോണത്. തമിഴ്നാട്ടിലേക്ക്. ഓ ശരി. ഈ മെയിൻ്റനൻസ്, പരാമരിപ്പ്, പാതുകാപ്പ് എല്ലാം തമിഴ്നാട്ടുകാരുടെ. ഇത് നമ്മൾ പറമ്പിക്കുളം കേരളത്തിലാണ്. പക്ഷേ ഈ ഡാമിന്റെ വെള്ളം എല്ലാം യൂസ് ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. തൂണക്കടവ് ഡാം. ഇതും തൂണക്കടവ് ഡാമാണ്. ഈ വെള്ളം തുറന്നാൽ അതിരപ്പള്ളിയാണ് പോകുക. ഓ ഈ വെള്ളം ആതിരപ്പള്ളി പോകും. അപ്പോൾ ചേച്ചി പറയായിരുന്നു, ചേച്ചി ബേസിക്കലി എന്താണ് മൂന്നാർ ആ സൈഡിൽ നിന്നാണ്. അപ്പോൾ പറമ്പിക്കുളത്താണ് ചേച്ചിയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെയാണ് ചേച്ചി ഇവിടെ സെറ്റിലായത്. വെട്ടിക്കുന്ന് ഐലൻഡ് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഇൻഫർമേഷൻ സെൻറ്ററും ഉണ്ട്. ഇവിടെയും വന്ന് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബാ. മലമലസറാണ്. മലസറില് ഒരു ക്വാളിറ്റിയാണ് ഇവർ മലമലസർ. ഈ 4 വിധ ട്രൈബൽസില് ഒരു വിധം മലമലസറാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ലഞ്ചിനായിട്ട് പോവാണ്. സമയം ഏകദേശം എത്രയായി? 12:30 അപ്പോൾ ഇവിടെ തന്നെ എന്താ പറയുക ഹോട്ടൽ എവറസ്റ്റ് എന്നൊരു ഹോട്ടലുണ്ട്, ചെറിയ ഹോട്ടൽ. അപ്പോൾ ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലഞ്ച്. റൈസ് ഉണ്ട്, പപ്പടമുണ്ട്, പിക്കിളുണ്ട്. ഇത് ഫിഷ് കറിയാണ്. അഞ്ജലി എങ്ങനെയുണ്ട് മലയാള തനിമയുള്ള ഊണ്? अभी खाया नहीं है लेकिन ये ओरिजिनल बनाना लीफ नहीं है. पेपर है. अच्छा है ना? अच्छा है. അപ്പോൾ ഇനി കഴിച്ചിട്ട് ബാക്കി വിശേഷം പറയാം. അപ്പോൾ നമുക്ക് 7 പേരല്ലേ? 7 പേർക്കുള്ളത്. ഉപ്പുമാവാണോ ചേട്ടൻ പറഞ്ഞല്ലോ? नहीं, आपको जो कन्वीनियंट है. कुछ भी बुला के देगा. पूरी नहीं, केरला स्पेशल कुछ. पुट. हाँ, പുട്ടും കടലേ. पुट्टी कटला और मुट्टे करी भी चलेगा. എന്നാ മുട്ടക്കറി. ലഞ്ച് അടിപൊളിയായിട്ട് കഴിച്ച് ഞങ്ങൾ തിരിച്ചു വീണ്ടും ജേർണി. ഇവിടുന്ന് സാധനം കളക്ട് ചെയ്യണം. ഓക്കെ, ചേട്ടെല്ലാം വാങ്ങിച്ച് നിൽക്കൊണ്ട് ഇതുവഴിയല്ലേ പോണേ? ആ വഴിയാണ് പോണ്ടേ? ഓ ശരി. ഉത്തുമ്പായിട്ട് ഞങ്ങൾ ലഞ്ച് കഴിച്ചത് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നടന്നു വേണം ബോട്ട് റാഫ്റ്റിൻ്റെ സ്ഥലത്തേക്ക് പോകാനായിട്ട്. അവിടെ നിന്നാണ് വട്ടിക്കുന്ന് എന്താ പറയുക ഐലൻഡിലേക്ക് ബോട്ടിൽ പോകേണ്ടത്. ബോട്ടിലല്ല, ബാംബു റാഫ്റ്റിംഗ് പോകേണ്ടത്. അപ്പോൾ എല്ലാവരും പോര്.
അല്ല അത് കാടാസ് കോളനി. കാടാസ് ഉള്ള കാരണം കൊണ്ട് കാടാസ് കോളനി. കാടാസ് ട്രൈബലാണോ? ട്രൈബൽ തന്നെ. ഇതാ കടവ് കാടാസ് കോളനി. കാടാസ് കോളനി എല്ലാ മത ആൾക്കാരും കടവ് കാടാസ് കോളനിയിൽ ഉള്ളു ഉണ്ട്. ഓക്കെ. कल हम लोग जब सफारी के लिए आए थे तो यहीं पे शादी था. ये लोग एंट्रेंस इतना अच्छा से डेकोरेशन करके रखा है. ए चाची नाले കാണാം. അപ്പോൾ ഞങ്ങളെ 2 പേരെ സൂക്ഷിച്ച് കാട്ടിനകത്തൂടെ കൊണ്ടുപോയി താമസിപ്പിക്കാനായിട്ട് 4 പേര് കൂടെ വരുന്നുണ്ട്. പിന്നെ അതിൽ 2-3 പേര് ബോട്ട് റോ ചെയ്യാനായിട്ടും അവിടെ കാണും. അപ്പോൾ അവരെല്ലാവരെയും കൂടെ ചേർന്നാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് കാട്ടിനുള്ളിലേക്ക്. അഞ്ജലി, ഡിഫറെൻറ്റ് वाइब ना आज के दिन एक्चुअली डिफरेंट वाइब भी आ रहा है. कल थोड़ा डिफरेंट लाइक थोड़ा ऑफ फील हो रहा था, बट आज एक्चुअली अच्छा लग रहा है. आज एडवेंचरस लग रहा है. सोचिए आइलैंड में जा करके वहाँ तक मतलब वहाँ तक खाना बना के खाना, देन आइलैंड और एक्सप्लोर करना, वॉक करके ट्रैक करना है. അപ്പോൾ ഈ വരുന്നത് അണ്ണാമലൈ ടൈഗർ റിസർവിൻ്റെ വണ്ടിയാണ്. അപ്പോൾ അവരും ഇതേ റൂട്ടിലാണ് ജംഗിൾ സഫാരിക്ക് പോകുന്നത്. കാട്ടിനുള്ളിൽ ആരുമില്ല ഗൈസ്, ഞാനും അഞ്ജലിയും മാത്രം. അഞ്ജലി കാണാനില്ല. ഞാനും അഞ്ജലിയും മാത്രം കാട്ടിനുള്ളിലൂടെ ഒരു കിടു ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ അകത്ത് വെട്ടിക്കുന്ന് ഐലൻഡിലാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്നത്. ആലോചിച്ച് നോക്കി, കാട്ടിന് നടുക്ക് കരടിയും പുലിയും ആനയും എല്ലാം ഇറങ്ങുന്ന കാട്ടിന് നടുക്ക് ഞാനും അഞ്ജലിയും പിന്നെ 5 ഗൈഡും. അങ്ങനെ ഞങ്ങളെത്തി ദാ റിവറിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് എന്താ പറയുക, ബോട്ടാണ്. ഓക്കെ, ബാംബു റാഫ്റ്റ് അല്ല, ആ ബോട്ടിൽ പോകേണ്ടത്. തുഴഞ്ഞാണ് പോകുന്നത്, മോട്ടോർ ബോട്ടല്ല. ലൈഫ് ജാക്കറ്റ് അല്ലേ? ലൈഫ് ജാക്കറ്റ് പിന്നെ ഏത് ഐലൻഡാണ്? നേരെ മുമ്പിൽ കാണുന്നില്ലേ? वो है सेंटर में जो दिख रहा है वो है ഐലൻഡ്. ആക്ച്വലി 1 മണിക്കൂർ റോ ചെയ്ത് പോകണം ഐലൻഡ് വരെ എത്താനായിട്ട്. ഇവിടുന്ന് 4.5 കിലോമീറ്റർ അല്ലേ? റോഡ് വഴിയാണ്. ഇങ്ങനെ പോകുമ്പോൾ 4.5 കിലോമീറ്റർ മേലെ പോയിട്ട്. അടിപൊളി ഫീലിംഗ് ആണ് കേട്ടോ. ബോട്ട് ഓട്ടിച്ചിലേക്ക് ബോട്ടിലൂടെ ഓൾമോസ്റ്റ് 4 കിലോമീറ്റർ ഞങ്ങൾക്ക് പോകണം. ഈ ഒരു പീസ് എൻവിറോൺമെന്റ് ആക്ച്വലി ഫ്രണ്ട് തന്നെയാണ്. ഒരു മാർച്ച് ഏപ്രിൽ സീസൺ മാർച്ച് ഏപ്രിൽ മെയ് ആണ്. ആ സമയത്ത് ഒരു 70-72 അടി വെള്ളം അവർ കൊണ്ടുപോകും. അപ്പൊ നമുക്ക് ഇവിടെ വരെ നമ്മുടെ വണ്ടിയൊക്കെ വരാം. വണ്ടി വരും. ആ റോഡ് കണ്ട ഇവിടെ വരെ വരും. നമുക്ക് നല്ലൊരു പുൽ മൈതാനമാണ് ഇതെല്ലാം. ശരി. ഒരു ഹെലികോപ്റ്റർ വരെ വന്നിറങ്ങി നിൽക്കും. മൈതാനം. അപ്പൊ നമ്മൾ അവിടെ നിന്ന് പിന്നെ ബോട്ടിംഗ് വെക്കാം. ശരി. പിന്നെ നമുക്ക് ചീങ്ങണി എന്ന് പറയുന്നത്. ചീങ്ങണി 1-2 കൊല്ലം നിറയുണ്ട്. എന്നാൽ നമുക്ക് ഇതുവരെ ഡിസ്റ്റർബൻസ് ഇല്ല. എന്താ വെച്ചാൽ മീനുള്ളത് കൊണ്ട്. മീന് 30-40 മീനുണ്ട്. ആൾക്കാർ തീറ്റാൻ ഓരോരുത്തരും മാന്നും പാനി കൊണ്ട് വെള്ളം കുടിക്കാൻ അതിന് കരയൊക്കെ ഇന്നലെ കരടിയെ കണ്ടു, പിന്നെ വേറൊന്നും കരടി കണ്ടില്ല. ഗോറും കണ്ടു. ഇതിപ്പോ എന്താ സാർ, നമുക്ക് റോഡ് സൈഡൊക്കെ വല്ല കണ്ടാലും ഇപ്പൊ നമ്മളിവിടെ ഒന്നും കാണാൻ പറ്റും. നമ്മുടെ എക്സൈസും ഓപ്പൺ സ്ഥലത്തൊക്കെ ആന ഇറങ്ങിയ കറക്റ്റ്. ഈ കാണുന്ന ഐലൻഡിൽ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇതിന്റെ മുകളിൽ കൂടെ ഇപ്പൊ വെള്ളം കയറി നിൽക്കുകയാണ്. ഡ്രൈ സീസൺ ആകുമ്പോഴത്തേക്കും ഇതെല്ലാം പ്രോപ്പർലി എവിഡന്റ് ആയിരിക്കും. वहाँ पूरा रिवर टर्न बर्ड बैठा हुआ है. These are migratory birds. Oh!
एक देखो वो एक इसमें जा रहा है. അങ്ങനെ ഞങ്ങൾ വെട്ടിക്കുന്ന് ഐലൻഡിലെത്തി. ഇത് ഈ ബോട്ട് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇതുവഴിയാണ് മുകളിലേക്ക് പോകേണ്ടത്. ഹൗ ഈസ് ദി എക്സ്പീരിയൻസ് അഞ്ജലി? So far calming, now it's adventurous. ऊपर जाना है जंगल के बीच में. ഓ ശരി ശരി ശരി. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. അവിടെ നിന്ന് ഇതുവഴി ഇതാ ഇവിടെ വന്നു. ഇവിടെ കുറച്ചുണ്ട് ഗൈസ് ഇങ്ങനെ കയറാനായിട്ട്. നല്ല കയറ്റമാണ്. അവിടെയാണ് ഞങ്ങളുടെ സ്റ്റേ. അപ്പോൾ അതാണ് ഞങ്ങളുടെ സ്റ്റേ, വെട്ടിക്കുന്ന് ഐലൻഡ് നെസ്റ്റ്. ശരി 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 ശരി. അങ്ങനെ ഞങ്ങളെത്തി വെട്ടിക്കുന്ന് ഐലൻഡ് സ്റ്റേയിലേക്ക്. കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ സ്റ്റേ. സോ ചുറ്റിനും ട്രെഞ്ചാണ്, അനിമൽസ് വരാതിരിക്കാനായിട്ട്. അതിന് നടുക്കൂട്ടൊരു പാലമുണ്ട് കടന്ന് അങ്ങോട്ട് പോകാനായിട്ട്. ആ സൈഡിൽ മൊത്തം റിവറാണ്. എന്ത് കിടു വ്യൂ അല്ലേ ആക്ച്വലി, ബേർഡ്സിൻ്റെ സൗണ്ടും എല്ലാം ചേർന്ന്. അപ്പം നമുക്ക് അകത്ത് പോയി റൂം ടൂർ കാണിച്ചു തരാം ഞാൻ. ദേ ഇവിടെ ഒരു ബോർഡും വച്ചിട്ടുണ്ട്, വെട്ടിക്കുന്ന് ഐലൻഡ് നെസ്റ്റ്. സോ ഇതാണ് സംഭവം. ദേ അഞ്ജലി ഓൾറെഡി സെറ്റിലായി ഇവിടെ. ഇവിടെ ഇരുന്ന് ഈ റിവറിൻ്റെ വ്യൂ എൻജോയ് ചെയ്യാനൊരു ഓപ്ഷനുണ്ട്. അതുപോലെ അവിടെ ഇരുന്നും ഈ റിവർ എൻജോയ് ചെയ്യാനൊരു ഓപ്ഷനുണ്ട്. നമുക്കകത്ത് പോയി ബാക്കി കാഴ്ചകളും റൂം ടൂറും ഞാൻ തരാം. സംഭവം അടിപൊളിയാണ്. ഓക്കെ, ഇതൊരു ബാൽക്കണി സ്പേസ് പോലെയാണ്. 2 പേർക്ക് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാം, ചിൽ ഔട്ട് ചെയ്യാം. അകത്ത് പോയി കഴിഞ്ഞാൽ ഇതും ഒരു ലിവിങ് റൂം പോലെയാണ്. 3 ചെയറുണ്ട്, ഒരു ടേബിളുണ്ട്. നമുക്ക് ലഞ്ച് ഡിന്നർ കഴിക്കാനായിട്ടുള്ള ഓപ്ഷൻ. ആൻഡ് ദിസ് ഈസ് ദ റൂം. സോ ബേസിക്കലി ഇത് 5 ബെഡ്റൂം, എന്താ പറയുക, 5 ബെഡ്റൂം അല്ല, 5 മെമ്പേഴ്സിനായിട്ടുള്ള സ്റ്റേ ആണ്. പക്ഷേ ഒരു ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ ആ ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ. സിൻസ് ഞങ്ങളിപ്പോൾ 2 പേരാണ്, ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. ആൻഡ് ദിസ് ഈസ് ദ റൂം. ബേസിക്കലി ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, സോളാർ വഴിയാണ്. ആൻഡ് അതുകൊണ്ടാണ് കുറച്ച് ഇരുട്ട്. ഇവിടെ ഇന്ത്യൻ ടോയ്ലറ്റിൻ്റെ ഓപ്ഷനും ഉണ്ട്, കണ്ടോ. ആൻഡ് ഇവിടെ നമ്മുടെ വെസ്റ്റേൺ ടോയ്ലറ്റും ഉണ്ട്. എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഗൈസ്. ഏത് വഴി? ഓ ശരി ശരി ശരി. ഓ അപ്പം ഇതുവഴി ഇറങ്ങാം. അപ്പോൾ ഇവിടെയാണ് കിച്ചൺ. ചേട്ടന്മാരെല്ലാവരും ചേർന്ന് നമുക്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരും. ആ കയറാം അല്ലേ അത്? ആ സൈഡാണല്ലേ. അപ്പോൾ ഇവിടെയാണ് കിച്ചൺ. ഓ, അപ്പോൾ നിങ്ങൾ രാത്രി ഡിന്നറും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇവിടെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഒബ്വിയസ്ലി ജംഗിളിൻ്റെ അകത്താണ്, അപ്പോൾ ഇതിൽ കൂടുതൽ ഫെസിലിറ്റീസ് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെ മോർ ദാൻ ഇനഫാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ബട്ട് എന്താ പറയുക, ലക്ഷറിയസ് അല്ല, അത്രയൊരു വ്യത്യാസം. അപ്പോൾ ജംഗിളിൻ്റെ അകത്ത് ഇതുപോലൊരു കിടു സ്റ്റേ എടുക്കാനായിട്ട് നിങ്ങളും വരിക ഉറപ്പായിട്ടും. അപ്പോൾ ഈ സ്റ്റേയുടെ പേരാണ് വെട്ടിക്കുന്ന് ഐലൻഡ് സ്റ്റേ. ഈ സ്റ്റേക്ക് അറൗണ്ട് 10,000 റുപ്പീസാണ്. ബേസിക്കലി സ്റ്റേ മാത്രമേ ഉള്ളൂ. സ്റ്റേയും പിന്നെ നമ്മൾ ബോട്ടിൽ വന്നില്ലേ ആ ഒരു ആക്ടിവിറ്റിയും പിന്നെ കുറച്ച് ട്രെക്കിംഗ് ഉണ്ട്. ആ ട്രെക്കിങ്ങിന് മാത്രം ചേർന്ന് 10,000 റുപ്പീസാണ്. വേർത്താണ് ആക്ച്വലി. അടിപൊളി ഒരു സ്റ്റേ ആണ്. ഭക്ഷണത്തിനായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ്ലി വാങ്ങിച്ച് എല്ലാം കൊടുക്കണം. ചേട്ടന്മാരെല്ലാം അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് തരും. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് parambikulam.org ഇതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. സമയം ഇപ്പോൾ ഏകദേശം 4:30 ഞങ്ങൾ 2 പേരും പോവാണ് ട്രെക്കിങ്ങിന്. ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡും ഉണ്ട്. शिवजी डमरू बजा रहा जैसा आवाज आ रहा है ना, बट एक्चुअली बाम्बू का आवाज है. അഞ്ജലിയില്ലേ ജംഗിളിനകത്ത് പോകാൻ പേടിച്ചിരുന്നൊരു കാലമുണ്ട്. ബട്ട് ഇപ്പോൾ യൂസ് ടു ആയി. കാട്ടി കൊണ്ടുപോയി ഇതുപോലെ ട്രെക്കിംഗ് എല്ലാം ആള് നല്ല എൻജോയ് ചെയ്യാറുണ്ട്. ആന ഇതുവഴി പോവോ? ഓ ശരി ശരി. ഓ ശരി ശരി. मतलब घर नहीं है, मतलब सिक्योरिटी स्टे. 2 പേര് 10 ദിവസം അല്ലേ? ഓ ശരി ശരി. ആ ഹാ ഹാ, രാവിലെ വന്നതാണ്. ഓ ശരി ശരി. ഓ ആന ഇതുവഴി പോവോ? കാരണം ഐലൻഡ് അല്ലേ, അപ്പൊ ആന എങ്ങനെ അകത്ത് വരും?
ഓ നീന്തി വരുമല്ലേ? ഇന്നലെ മിനിയാതെ തന്നെ അപ്പുറത്ത് കൂടെ 2 കൊമ്പന്മാർ വന്ന് നീന്തിപ്പോയി. ഓ ശരി. ഒരെണ്ണം നിൽക്കേണ്ട ഒരു കൊമ്പ് ചിലപ്പോൾ അതിങ്ങനെ തന്നെ നീന്തുള്ളൂ. ഓ ശരി ശരി. ആ ഇത് ആ വഴിക്ക് അങ്ങനെ അവിടെ നിന്ന് വന്നിട്ട് ആ ഐലൻഡ് നമ്മളെ ബോട്ട് വിട്ടിറങ്ങി അവിടെയാണ് അവർ അങ്ങനെ ഇങ്ങനെ പാസ് ചെയ്യുന്നത്. ഓ ശരി ശരി ശരി. ഇവിടെ നിന്ന് വന്നിട്ട് അക്കരെ പോകും, അക്കരെ അത് കൂടെ വന്നിട്ട് ഇത് കൂടെ പോകും, അവിടെ നീന്തി പോകും. ഓ ആ സൈഡ് വാൽപ്പാറയാണ്, തമിഴ്നാട് സൈഡാണ്. അപ്പോൾ ആളുകൾ തമിഴ്നാടുവിലല്ല, 2 സൈഡിലും കേരളത്തിൽ നിന്നായാലും തമിഴ്നാട്ടിൽ നിന്നായാലും ആളുകൾ ഇതുപോലെ ബാംബു റാഫ്റ്റിൽ വരും ഇവിടെ സാൻഡൽവുഡ് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. ഇവിടെ 2 പേര് എപ്പോഴും ഉണ്ടാവും. എല്ലാ 10 ദിവസം ആകുമ്പോഴത്തേക്കും ചേഞ്ച് ചെയ്യും. കണ്ടില്ലേ? बता दो सैंडलवुड प्रोटेक्ट करने के लिए यहाँ पे बना के रखे हैं, पता चल जाएगा सब लोग को. അപ്പോൾ അഞ്ജലി ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറുകയാണ്. അഞ്ജലിക്ക് പുതിയ ജോലി കിട്ടിയതുപോലെയാണ് ഇവിടെ. അപ്പോൾ ഇന്ന് രാവിലെ ആക്ച്വലി ഇതുവഴി ഒരു ആന വന്നായിരുന്നു. ആ ആനയുണ്ടോ നമുക്ക് പോയി നോക്കാം. ഈ കാട്ടിനകത്ത് എന്തുമാത്രം മുളയാണെന്നറിയോ? ആക്ച്വലി ചുറ്റിനും മുളയാണ്. അനിമൽസിനെ എല്ലാം കാണാനായിട്ട് കംപ്ലീറ്റ്ലി ലക്കാണ്. ഇതുവരെയായിട്ട് ഞങ്ങൾ ഒരു അനിമൽസിനെയും കണ്ടില്ല. എന്താ പറയുക, ബട്ട് മോർ ദാൻ എനിത്തിങ് സിറ്റി ലൈഫിൽ നിന്ന് ഇവിടെ ഇതുപോലുള്ള ജംഗിൾ സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്കും ആ ഒരു ഫീൽ ഡിഫറെൻ്റ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ നടക്കുകയാണിപ്പോൾ. 2 ദിവസത്തിന് മുമ്പ് ഈ സ്പോട്ടിൽ ഒരു ആന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പൻ. കണ്ടില്ല, അതിൻ്റെ എവിഡൻസും ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഒരു ആനയും കണ്ടില്ല ഇവിടെ. അപ്പോൾ ആ കാണുന്നില്ലേ വേറൊരു ഐലൻഡാണ്. അപ്പം നമുക്ക് നോർമലി ഡ്രൈ സീസണിലാണെങ്കിൽ ഇതുവഴി നടന്ന് അങ്ങനെ പോവാം. പക്ഷേ ഇപ്പോൾ വെള്ളം കൂടുതലായതുകൊണ്ട് ഇവിടെ വെള്ളം കയറി കിടപ്പുണ്ട്. അപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല, മൊത്തം തെറ്റാണ്. ഇല്ലെങ്കിൽ അനിമൽ സ്പോട്ടിങ്ങിനായിട്ട് ബെസ്റ്റ് ഒരു സ്ഥലമാണ് ഇത്. ആക്ച്വലി കണ്ടില്ലേ, വെള്ളം കുടിക്കാണ്ട് ഒബ്വിയസ്ലി വരും എല്ലാ അനിമൽസും ഇവിടെ. പറമ്പിക്കുളം വരാൻ നോക്കുകയാണെങ്കിൽ മാർച്ച്, ഏപ്രിൽ, മെയ് ആ ടൈം ലൈനിൽ ബുക്ക് ചെയ്യുക. കാരണം ഡ്രൈ സീസണാണ്. അനിമൽസിനെല്ലാം സ്പോട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും ആ സമയത്ത്. ആനയോ? ആന ഫീമെയിലിന് മെയില് വന്നതാണ്. ഇതിന്റെ ഈ കുഴിയില്ലേ, ഇതിന്റെ അകത്ത് അതിന്റെ എലുമ്പ് എല്ലൊക്കെ അയ്യോ, ഇതിന്റെ അകത്ത് വെറുതെ കിടക്കാണ്. വെള്ളം ഫുള്ളായിട്ട് വറ്റിയാൽ നമുക്കത് കാണാൻ പറ്റും. കാണാൻ പറ്റും. ഓ ശരി ശരി. നിങ്ങൾ യൂട്യൂബിലൊക്കെ ചിലപ്പോൾ കണ്ട് കാണും. ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു ആനയുടെ അസ്ഥികൂടം. ഈ വെള്ളം കെട്ടി നിൽക്കുന്നില്ലേ, ഓഹോ. ഇത് പണ്ട് കാലത്ത് മറ്റേ ആനയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കുഴികളത്ര. അന്ന് ഡാമൊക്കെ ഇല്ല ഇവിടെ. വനമാണ് ഈ കാണുന്ന പ്രദേശം, വനമാണ്. ഓ ശരി ശരി. ആ സമയത്ത് ആനയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുഴിയാണത്, വാരിക്കുഴിയാണ് ആക്ച്വലി. ഒരെണ്ണമല്ല, ഈ പരിസരം ആ കാണുന്നതൊക്കെ കുഴികൾ തന്നെ. അതുകൊണ്ട് ഇങ്ങനെ വെള്ളം നിൽക്കുമ്പോൾ നമുക്ക് ഇതിൽ കൂടെ ഇറങ്ങിപ്പോകാൻ പറ്റില്ല. കറക്റ്റ്. ചിലപ്പോ ചിങ്ങണി കയറി കിടക്കും. ഓ ശരി ശരി. അതിന്റെ അകത്ത് അസ്ഥികൂടം ഉണ്ട് ഇപ്പോഴും? ഉണ്ട്, അതിന്റെ അകത്തുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ വേറൊരു ആനയെ ഇതുപോലെ മെയിൽ ഹാത്തി കുത്തി കൊന്നു. അപ്പോൾ അതിൻ്റെ റിമൈൻസ് ആക്ച്വലി ഇവിടെയാണ് ബറി ചെയ്തിരിക്കുന്നത്. ഇവിടെയും ആ സ്പോട്ടിലാണ് 2ാമത്തെ ആനയെ കുത്തിക്കൊന്നത്. ചേട്ടത് വൈറ്റ് സാൻഡൽ വുഡാണോ? വൈറ്റ് ആണോ? റെഡ് ആണല്ലേ? ഓ റെഡ് സാൻഡൽ വുഡ്. ചെറുതാണല്ലേ ഇപ്പോഴും? ഓ पुष्पा मूवी का राज, റെഡ് സാൻഡൽ വുഡ്. അപ്പോൾ ഇതാണ് ഫേമസ് റെഡ് സാൻഡൽ വുഡ്. പുഷ്പ മൂവിയിലെ കണ്ടവർക്ക് അറിയായിരിക്കും. കോടിക്കണക്കിന് വിലയാണ്. ഇതിപ്പോഴും ചെറുതാണ്, വലുതായിട്ടില്ല. ഇനിയും വലുതായി മൂക്കുമ്പോൾ മാത്രമേ ഇത് വെട്ടുള്ളൂ. ആരും വെട്ടില്ല, പ്രൊട്ടക്റ്റഡ് ആണ്. ഈ കാണുന്നതെല്ലാം ചന്ദനമരമാണ്, അതും റെഡ് സാൻഡൽ വുഡ്. എന്തുമാത്രമല്ലേ. അങ്ങനെ ട്രെക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ച് സ്റ്റേയുടെ അടുത്തെത്തി. ആക്ച്വലി ട്രെക്കിംഗ് അടിപൊളിയായിരുന്നു, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത്. അത്ര ടഫായിട്ടുള്ള ട്രെക്കിംഗ് അല്ല, ഓക്കെ എന്താ പറയുക, ഒരു ലൈക്ക് ബിഗിനർ ലെവൽ ട്രെക്കിംഗ് ആണ്. അത്ര കഷ്ടപ്പാടൊന്നും ഇല്ലായിരുന്നു, എളുപ്പത്തിൽ കയറി പോവാം. അപ്പോൾ 4:30 തുടങ്ങിയ ട്രെക്കിംഗ് ഓൾമോസ്റ്റ് ഇപ്പോൾ 6:30 2 മണിക്കൂറുണ്ടായിരുന്നു. ഡിന്നർ സമയമായി, രാത്രി ഓൾമോസ്റ്റ് 8:30. അപ്പോൾ ഇതെല്ലാമാണ് ഡിന്നർ. റൈസുണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ട്, പപ്പടമുണ്ട്. ഇതും ഒരു ടൈപ്പ് ഓഫ് ഫിഷാണ്. ഓക്കെ, ഇത് കുറച്ച് എരിവ് കൂടുതലാണ്. അതുകൊണ്ട് ചേട്ടന്മാർ പറഞ്ഞു നോക്കിയിട്ട് കഴിച്ചാൽ മതിയെന്ന്. അടിപൊളിയാണ്. കാട്ടിനുള്ളിൽ ഇത്രയും സംഭവങ്ങളുണ്ട്, ആലോചിച്ച് നോക്കിയേ. ഇതിവിടുത്തെ ഡാമിലെ ഫിഷാണ്, കണ്ടോ? പ്രോപ്പർ ഫിഷ് കറി. അപ്പോൾ കാട്ടിന് നടുക്ക് ഇതിനപ്പുറം എന്തെങ്കിലും ഡിന്നർ പ്രതീക്ഷിക്കാൻ പറ്റുമോ? അടിപൊളിയല്ലേ. അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിച്ച് റൂമിലെത്തി. ഡിന്നർ കഴിച്ചതിന് ശേഷം
1 മണിക്കൂറോളം ഞങ്ങൾ ആക്ച്വലി പുറത്ത് പീസ്ഫുള്ളായിട്ടിരുന്നു. ആക്ച്വലി എന്താ പറയുക, പൊല്യൂഷൻ ഒന്നും ഇല്ലാതെ സ്കൈ എല്ലാം ക്ലിയർ ആയിട്ട് കണ്ട് സ്റ്റാർസ് എല്ലാം കൗണ്ട് ചെയ്ത് ഓൾമോസ്റ്റ് 1 മണിക്കൂർ ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് എന്താ പറയുക, തിരിച്ച് കയറാറായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരു വൈൽഡ് ക്യാറ്റിനെ സ്പോട്ട് ചെയ്യാൻ പറ്റി. കുറച്ച് ദൂരെയായിരുന്നു, ഇരുട്ടത്ത് ടോർച്ച് അടിച്ച് സംഭവം കുറച്ച് വിഷ്വൽസ് ഞങ്ങൾ എടുത്തു. അപ്പോൾ ആ വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നാളെ പ്ലാനാണ്, എനിക്ക് തോന്നുന്നു ട്രെക്കിംഗ് ഉണ്ട്. ട്രെക്കിങ്ങിന് പോകാൻ എനർജി ഇല്ലെങ്കിൽ ഞങ്ങൾ മിക്കവാറും ചിൽ ഔട്ട് ചെയ്യും. ആ പ്ലാൻ നമുക്ക് നാളെ ഡിസൈഡ് ചെയ്യാം. इसके पास सब एनर्जी है. कल सुबह डिसाइड करेंगे कि ट्रैकिंग के लिए जाना है या फिर रूम में मतलब चिल आउट करना है, इधर नदी के किनारे चिल आउट करना है. ആ ഡിസിഷൻ നമുക്ക് നാളെ എടുക്കാം. അപ്പോൾ നാളെ കാണാം. फ्लैश ऑन करना है क्या? ऑरेंज को एक वाइल्ड कैट मिला है. बहुत सुंदर है, सुंदर दिख रहा है. അവിടെ കുറുക്കനാണെന്ന് തോന്നുന്നു കേട്ടോ. मेरा आवाज सुना एक्चुअली. കണ്ടോ ഏട്ടാ, കുറുക്കനാണോ അത്? വൈൽഡ് ക്യാറ്റാണോ? ക്യാറ്റാണോ? വൈൽഡ് ക്യാറ്റ് मेबी वैल्ड. तुम लाइट रखो. രാവിലെ 7 മണിയായി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എന്താ പറയുക, കുളിച്ച് റെഡിയായി പുറത്തിറങ്ങിയതാണ്. പുറത്തുള്ള കാഴ്ചകൾ ആദ്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. കുറേ പീകോക്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ സൈഡിലായിട്ട് വേറെ അനിമൽ ഇതുവരെ വന്നില്ല. ഞാൻ പറഞ്ഞില്ല, ആക്ച്വലി ഡ്രൈ സീസൺ മാർച്ച് ഏപ്രിൽ ടൈമിലാണ് ഇവിടെ അനിമൽസിനെ കാണാൻ ഏറ്റവും എളുപ്പം. ഇപ്പോഴും പീകോക്ക് അവിടെ ഉണ്ട്. ആ സൈഡിലായിട്ട് സ്റ്റേയുടെ തൊട്ട് മുന്നിലായിട്ട് കാണുന്നത് കണ്ടില്ലേ, പീ ഹെന്നാണ്. എൻ്റെ പിറകി കണ്ടോ, രാവിലെ എണീറ്റ കാഴ്ചയിൽ ഇതേ ഒരു പീക്കോക്ക് ഇത്രയും നേരം എൻ്റെ തൊട്ടടുത്തായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുത്ത ശബ്ദത്തിലാണ് ഇപ്പം മുന്നോട്ട് പോയത്. അനങ്ങാതെ ഞാനിവിടെ നിൽക്കുകയാണ്. ഇപ്പം സമയം ഏകദേശം 8:30. ഓക്കെ, ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് സ്പെഷ്യൽ ദേ പുട്ട്, അടിപൊളി പുട്ട്, പപ്പടം ആൻഡ് കടലക്കറി, അല്ല മുട്ടക്കറി. ദേ കണ്ടോ തൊട്ടടുത്ത്. ബാ ബാ അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇതെല്ലാമാണ് ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടുണ്ട്, പപ്പടം, കടലക്കറി ആൻഡ് കൂട്ടത്തിൽ ദേ നിൽക്കുന്നു പീക്കോക്ക്. पीकॉक के साथ ब्रेकफास्ट कर रहे हैं हम लोग. असली कोकोनट दिए हैं. पुट में साइड में कोकोनट डालता है. സമയം ഇപ്പോൾ ഏകദേശം 9:45. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ഞങ്ങളുടെ വെട്ടിക്കുന്ന് ഐലൻഡ് നെസ്റ്റ് സ്റ്റേ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിലെ പ്ലാനാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പറമ്പിക്കുളം ടൈഗർ റിസർവ് ഫോറസ്റ്റിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂർ പോകാൻ പോവാണ്. അതും ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിരിക്കും. ഒത്തിരി വിഷ്വൽസ് ഇൻക്ലൂഡ് ചെയ്ത് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു വിശേഷമില്ല ഗൈസ്, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. ബൈ ബൈ.